ഇസ്രായേലിൻ്റെ ഈ നീക്കം ഇസ്രായേലിന് ആണ് ഇറാനെ അടിക്കേണ്ടത്. ഇറാനെ തീർത്തില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിന് അമേരിക്കയ്ക്ക് കൂട്ടുനിന്നേ മതിയാകത്തുള്ളൂ. വേറെ ആരുമില്ല സിനുജി അതിനകത്ത്. ഈ നമ്മൾ പറയുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. അവൻ്റെ ടെക്നോളജിയും അവൻ നിയന്ത്രിക്കുന്ന ലോകവും ഒക്കെ ഇന്നുള്ളൂ. പക്ഷേ ലോകക്രമത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അമേരിക്കയുടെ ഭാഗമായിരുന്ന നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെ, ജർമ്മനി ഉൾപ്പെടെ, GCC രാജ്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് ഇറാനെ തൊടുന്നതിന് ഞങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എൻ്റെ അർത്ഥം എന്തുവാ? ഒറ്റ രാജ്യങ്ങൾ ഒരുപക്ഷെ ഇറാനെ അടിക്കുന്നതിന്, അതായത് ഇസ്രായേലിനോട്, അമേരിക്കയോടല്ല ഇസ്രായേലിനോട് താല്പര്യമില്ല എന്ന് വേണം കരുതാൻ. ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനോട് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഇസ്രായേൽ പറഞ്ഞാൽ ഇസ്രായേൽ അടിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആശ്രയിക്കാതെ ഈ GCC രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ അവനെ അവസരം കിട്ടിയാൽ നമുക്ക് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അവൻ അങ്ങനെ പോകണ്ട എന്നുള്ള മാനസികാവസ്ഥ. ഈ സമയത്ത് നരേന്ദ്രമോദി ഈ സമയത്ത് അവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ ചെല്ലുന്നു. ഈ സമയത്ത് അവിടെ ചെല്ലണമായിരുന്നു. നരേന്ദ്രമോദി ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ടോക്കിനകത്ത് പറഞ്ഞു നെതന്യാഹു റോഡ് ഇറങ്ങി നിൽക്കുക മോദിയെ നോക്കി. അതായത് അതിനകത്ത് വല്ലാത്തൊരു സിംബോളിക്കൽ സൈനുണ്ട്.